നമ്മളെ ഏറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് അലർജി എന്ന് പറയുന്നത്. ചില ആൾക്കാർ നിത്യജീവിതത്തിൽ അത് വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. തുമ്മലായിട്ടും ചൊറിച്ചിലായിട്ടും ഒക്കെ നമുക്കൊരു ബുദ്ധിമുട്ടിക്കും. അത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ നഷ്ടപ്പെടുന്നുണ്ട്. സന്തോഷത്തോടെ ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ വരെ ഈ അലർജി കണ്ടീഷൻ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് അലർജി ഉണ്ടാകുന്നത്? നമുക്ക് അലർജി ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഓവർ റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് അലർജി ഉണ്ടാകുന്നത്. ഹൈപ്പർ റിയാക്ഷൻ ആകാം. നമ്മുടെ പ്രതിരോധ ശക്തിയുടെ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്ന നമുക്ക് ഹാർംഫുൾ ആയിട്ടുള്ള വസ്തുക്കളെ പ്രതിരോധിച്ച് നിർത്തുക എന്നുള്ളതാണ്. ഈ അലർജി ഉണ്ടാകുന്ന ആൾക്കാരിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമ്മ്യൂൺ സിസ്റ്റം ഹൈപ്പർ റിയാക്റ്റീവ് ആവുകയാണ്. നമ്മൾ നിത്യം ഇടപെടുന്ന വസ്തുക്കൾ അത് നമ്മുടെ ശരീരത്തിന് മോശമാണ് എന്ന രീതിയിൽ തെറ്റിദ്ധരിച്ച് അവിടെ കൂടുതലായിട്ട് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യണം. IgE ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്ത് അത് മാസ്റ്റലുമായിട്ട് കമ്പൈൻ ചെയ്ത് അവിടെ ഹിസ്റ്റമീൻ എന്ന് പറയുന്ന രാസവസ്തു പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചൊറിച്ചലും വേദനയും പുകച്ചിലും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ചില ആൾക്കാർക്ക് റെസ്പിറേറ്ററി സിംറ്റമായിട്ട് കാണിക്കാം, ചില ആൾക്കാർക്ക് അത് സ്കിന്നിൽ അലർജി ആയിട്ട് കാണിക്കാം, ചില ആൾക്കാർക്ക് അത് ഫുഡ് അലർജി ആയിട്ട് കാണിക്കാം. ഇങ്ങനെയാണ് അലർജി നമുക്ക് സാധാരണഗതിയിൽ സംഭവിക്കുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റി കാരണമാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനുള്ള പ്രതിവിധികൾ എന്ന് പറയുന്നത് ആൻറ്റി ഹിസ്റ്റമിൻ ആയിട്ടുള്ള മരുന്നുകൾ കഴിക്കുക. ഇതിനെ നിത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും, അല്ലെങ്കിൽ നിത്യമായിട്ട് നമ്മൾ ഇതിനെ അടിമപ്പെടേണ്ട അവസ്ഥ വരുന്നുണ്ട്. അതും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം. നിത്യം നമുക്ക് മരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ എന്താണ് ഇതിന് പുറം വഴി? എന്താണ് നമുക്ക് ചെയ്യാൻ? ഒരു ആയുർവേദ രീതിയിലുള്ള ജീവിതചര്യ നമ്മൾ ചിട്ടപ്പെടുത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും. നമ്മളെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ജീവിതചര്യ നമ്മൾ ചിട്ടപ്പെടുത്തിയെടുക്കുക. നമ്മുടെ ഡെയിലി ആക്ടിവിറ്റി നമ്മളെ അലർജി കുറക്കുന്ന വിധത്തിലേക്കുള്ള ആക്ടിവിറ്റികളാക്കി മാറ്റിയെടുക്കുക. നമ്മൾ ഉറക്കത്തിന് കൃത്യമായ സമയം കൊടുക്കുക, നേരത്തെ ഉറങ്ങി എഴുന്നേൽക്കുക, കൃത്യമായിട്ട് ആഹാരങ്ങൾ കഴിക്കുക, സമയത്ത് ആഹാരങ്ങൾ കഴിക്കുക. കഴിക്കുന്ന ആഹാരങ്ങളിൽ ഫ്രഷ് ആയിട്ടുള്ളതും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കുക. അതൊരു സമീകൃത ആഹാരം നമ്മൾ ഫോളോ ചെയ്യുക, വ്യായാമം ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം നല്ല രീതിയിൽ ആക്റ്റീവ് ആകുകയും ഈ ഹൈപ്പർ ആക്ടിവിറ്റി കുറയുകയും അതിൻ്റെ ഭാഗമായിട്ട് അലർജി മാറുകയും ചെയ്യും. അതുകൂടാതെ നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന ആൻറ്റി ഹിസ്റ്റമിൻ ആയിട്ടുള്ള വസ്തുക്കൾ അല്ല ആൻറ്റി ഹിസ്റ്റമിൻ ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മളെ ഭക്ഷണത്തിൽ ഏർപ്പെടുത്തുക. ഫ്രൂട്ട്സുകൾ നല്ല രീതിയിൽ കഴിക്കുക, വെജിറ്റബിൾസ് നല്ല രീതിയിൽ കഴിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ ഈ അലർജി പ്രശ്നത്തെ നിയന്ത്രിക്കാൻ പറ്റും. അലർജി നമുക്ക് നമ്മളെ ചിട്ടയായ ജീവിതചര്യയിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദിനചര്യയെ ഒന്ന് ക്രമപ്പെടുത്തിയെടുക്കുക മാത്രമേ വേണ്ടുള്ളൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന അസുഖം നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും.